വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 4-ലെ മൊഡ്യൂൾ 4-ൽ എന്താണ് നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത്, അതായത് വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ. അതിനകത്ത് എന്തൊക്കെയുണ്ട്, വോൾട്ട് മീറ്റർ, അതുപോലെ അമീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഈ വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതുപോലെ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അതുപോലെ പവർ ഫാക്ടർ മീറ്റർ, CRO, TOD മീറ്റർ, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് മെയിനായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലും എന്താണ് 10 മാർക്സ് തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് എന്ത്, മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, which category of instrument does an ohmmeter fall under? ohmmeter അല്ലേ, ohmmeter നമുക്ക് അറിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ohmmeter ഫോളോ ചെയ്യുന്നത്? ഓപ്ഷൻ എ മൂവിങ് റെസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ബി ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ സി മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ഡി മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഏതിലാണ് നമ്മുടെ ohmmeter? ഓം തന്നെ പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം അല്ലേ. അപ്പോൾ എന്ത് മെഷർ ചെയ്യാനാണ്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ohmmeter യൂസ് ചെയ്യാറുള്ളത്. അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ohmmeter എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ചോദിച്ചാൽ ഏതാണ്, ഇറ്റ്സ് എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. Question number 2, in a circuit, voltmeter is always connected in dash. ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ എയ്തർ സീരീസ് ഓർ പാരലൽ, ഓപ്ഷൻ ബി ട്രയാങ്കുലർ, ഓപ്ഷൻ സി സീരീസ്, ഓപ്ഷൻ ഡി പാരലൽ. എങ്ങനെയാണ് നമുക്കറിയാം, വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഇറ്റ്സ് യൂസ്ഡ് ടു മെഷർ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്, വോൾട്ടേജ് ആണ് അല്ലേ. അത് എപ്പോഴും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അതായത് വോൾട്ട് മീറ്റർ ഹാവ് ഹൈ റെസിസ്റ്റൻസ്, സോ ഇൻ സീരീസ് ദേ വുഡ് greatly decreases the current going to the circuit. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ടാണ്. എന്തുകൊണ്ടാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാത്തത് മനസ്സിലായോ? സീരീസ് ആയി കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക, greatly decrease the current going to the circuit എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് എന്താണ് നമ്മുടെ വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയി കണക്ട് ചെയ്യുന്നത്. Question number 3, a moving coil galvanometer can be converted into a voltmeter by introducing a resistance of dash. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ അല്ലേ, ആ ഗാൽവനോമീറ്ററിനെ നമ്മൾ എന്താണ് വോൾട്ട് മീറ്ററായി കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, വോൾട്ട് മീറ്ററായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഇൻട്രൊഡ്യൂസിങ് എ റെസിസ്റ്റൻസ് ഓഫ് ഡാഷ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ലാർജ് വാല്യൂ ഇൻ പാരലൽ, ഓപ്ഷൻ ബി സ്മാൾ വാല്യൂ ഇൻ സീരീസ്, ഓപ്ഷൻ സി സ്മാൾ വാല്യൂ ഇൻ പാരലൽ, ഓപ്ഷൻ ഡി ലാർജ് വാല്യൂ ഇൻ സീരീസ്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ലാർജ് വാല്യൂ ഇൻ സീരീസ്. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ ഒരു റെസിസ്റ്റൻസ് എന്താണ് വോൾട്ട് മീറ്ററായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു വോൾട്ട് മീറ്ററിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എ ഗാൽവനോമീറ്റർ മേ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട് മീറ്റർ ബൈ കണക്ടിങ് എ ലാർജ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഡയഗ്രാം കാണുന്നുണ്ടോ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ളത്? എന്താ ചെയ്യേണ്ടത്, എ ലാർജ് റെസിസ്റ്റൻസ് ആർ ഇൻ സീരീസ് വിത്ത് ദ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വോൾട്ട് മീറ്ററായി അത് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനകത്ത് എന്താണ് ലാർജ് റെസിസ്റ്റൻസ് ഇൻ ലാർജ് വാല്യൂ ഓഫ് സീരീസ്, അതായത് ലാർജ് വാല്യൂ ഇൻ സീരീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. റെസിസ്റ്റൻസിനെ ലാർജ് വാല്യൂ ആയി കണക്ട് ചെയ്യുക. ഓക്കെ. Question number 4, what happens to the energy meter if supply is more than rated value? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എനർജി മീറ്ററിന് എന്ത് സംഭവിക്കും, ഒരു എനർജി മീറ്ററിന് സപ്ലൈ ഈസ് റേറ്റഡ് മോർ ദാൻ റേറ്റഡ് വാല്യൂ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ റേറ്റഡ് വാല്യൂവിൽ കൂടുതലായാൽ എന്ത് സംഭവിക്കും ഒരു എനർജി മീറ്റർ എന്നാണ്. ഓപ്ഷൻ എ ഇറ്റ് വിൽ റൺ സ്ലോ, ഓപ്ഷൻ ബി ഇറ്റ് വിൽ റൺ ഫാസ്റ്റ്, ഓപ്ഷൻ സി ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി ഇറ്റ് വിൽ സ്റ്റോപ്പ്. എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ് വിൽ റൺ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നതാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അതായത് ഒരു വോൾട്ടേജ് സപ്ലൈ ടു ദ എനർജി മീറ്റർ ഈസ് മോർ ദാൻ ദ റൈറ്റഡ് വാല്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എനർജി മീറ്റർ വിൽ റൺ. എനർജി മീറ്റർ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? എനർജി മീറ്റർ വിൽ റൺ എങ്ങനെയായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റൺ ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് റൺ ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ഫാസ്റ്റ് ആവുന്നത്? അതിലെ പവർ കൺസ്യൂംഡ് ഈസ് പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ സപ്ലൈ. പവർ കൺസപ്ഷൻ എന്തിനാണ്? ഈ സപ്ലൈ ടു സ്ക്വയർ ഓഫ് ദി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സ്ക്വയർ ഓഫ് ദി സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. ആൻഡ് സോ ദ മീറ്റർ റീഡിംഗ് ഈസ് എഫക്റ്റഡ് അക്കോർഡിംഗ്ലി. എങ്ങനെ? അതുകൊണ്ടാണ് എന്താണ് ഇറ്റ് വിൽ റൺ ഫാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു എനർജി മീറ്റർ എടുക്കുകയാണെങ്കിൽ ആ എനർജി മീറ്റർ നമ്മുടെ സപ്ലൈനെയും കാട്ടി മോർ റേറ്റഡ് വാല്യൂവിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റൺ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ. Question number 5. The breaking torque of induction type single phase energy meter is. ഒരു സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ ബ്രേക്കിംഗ് ടോർക്ക് എന്താണെന്നാണ്. ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ ബ്രേക്കിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ്. ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്ലക്സ്. ഓപ്ഷൻ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്ലക്സ്. ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ്. അപ്പോൾ എന്താണ് എനർജി മീറ്ററിന്റെ വേറൊരു നെയിം എന്താണ്? എനർജി മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനർജി മീറ്റർ അല്ലെങ്കിൽ എന്താണ് വാട്ട് അവർ മീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? എനർജിയുടെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ ആണ്. സോ അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഒരു എനർജി മീറ്റർ അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത് അതൊരു ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എനർജി മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിന് സിമിലർ ആയിരിക്കും? നമ്മുടെ ട്രാൻസ്ഫോമറിന് സിമിലർ ആയിരിക്കും. സോ ദർ ആർ 3 എസെൻഷ്യൽ മെക്കാനിസം റിക്വയർ ഇൻ എനർജി മീറ്റർ. ഏതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്? ഡ്രൈവിംഗ് ടോർക്ക് ഉണ്ട്, ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ട്, അതുപോലെ രജിസ്റ്റേർഡ് മെക്കാനിസം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എന്തിനകത്ത് വരുന്നുണ്ട്? ഒരു എനർജി മീറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് ടോർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ബ്രേക്കിംഗ് ടോക്കിനെ കുറിച്ചിട്ടല്ലേ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ബ്രേക്കിംഗ് ടോർക്ക് ഓഫ് എൻ ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K∅2/RC/N × R ആണ്. അതായത് K പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ∅ പറയുന്ന ഫ്ലക്സ്, N പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻ RPM, R റേഡിയസ് ഓഫ് ദ ഡിസ്ക് ആണ്, RE എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഇൻ പാത്ത് ഓഫ് ദി കറന്റ് ആണ് ആ ഡിസ്കിൻ്റെ. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ബ്രേക്കിംഗ് ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഈസ് എങ്ങനെയായിരിക്കും? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ഫ്ലക്സ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എനർജി മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. Question number 6. Creeping error may occur ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ഡ്യൂ ടു. ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൽ ക്രീപ്പിംഗ് എറർ ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്? ഓപ്ഷൻ എ ഇൻകറക്റ്റ് പൊസിഷൻ ഓഫ് ബ്രേക്ക് മാഗ്നറ്റ്. ഓപ്ഷൻ ബി ഇൻകറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പൊസിഷൻ ഓഫ് ഷെയ്ഡിംഗ് ബാൻഡ്. ഓപ്ഷൻ സി ഓവർ വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് കോയിൽ. ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ്? അപ്പോൾ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു എററാണ്, നമുക്കറിയാം അല്ലേ? അതായത് ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ഇസ് എ ഫിനോമിനോ ഇൻ വിച്ച് അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് കണ്ടിന്യൂസ്ലി വെൻ ഓൺലി ദ വോൾട്ടേജ് ഈസ് സപ്ലൈ to the pressure coil and no current flow through the current coil. അപ്പോൾ അതൊരു എറർ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ക്രീപ്പിംഗ്, അതിലെന്തൊക്കെയാണ് അല്ലേ? എനർജി മീറ്ററിൻ്റെ ആ ഒരു ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എറർ ആണ് എന്ത് പറയുന്നത്? ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് അല്ലേ? എനർജി മീറ്ററിൽ ഉണ്ടാവുന്ന ഒരു എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് മീറ്റർ കൺസ്യൂം എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഈവൻ വെൻ നോ ലോഡ് ഈസ് അറ്റാച്ച് ടു ദ മീറ്ററിലേക്ക് അറ്റാച്ച് ചെയ്യാത്ത ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ക്രീപ്പിംഗ് ഇൻക്രീസ് ചെയ്ത എന്താണ്? സ്പീഡ് ഓഫ് ദ ഡിസ്ക് ഈവൺ അണ്ടർ ദ ലൈറ്റ് ലോഡ് കണ്ടീഷൻ വിച്ച് ഇൻക്രീസിങ് ദ മീറ്റർ റീഡിംഗ് ആണ്. വൈബ്രേഷൻ ഉണ്ടാവും, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എക്സ്ട്രാ വോൾട്ടേജ് അക്രോസ് ദ പൊട്ടൻഷ്യൽ കോയിൽ ആൻഡ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ക്രീപ്പിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് നോക്കി പോവുക, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീപ്പിംഗ് എറർ എന്താണ് ഉണ്ടാവുന്നത്? ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൽ എങ്ങനെയാണ്? ഓവർ വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് കോയിലാണ് അത് ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ഓവർ വോൾട്ടേജ് അക്രോസ് ദി വോൾട്ടേജ് കോയിലാണ്. ഓക്കെ. Question number 7. How many minimum number of wattmeters can be used for measuring power in three-phase balance system? അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ത്രീ-ഫേസ് ബാലൻസ് സിസ്റ്റത്തിൽ എത്ര മിനിമം നമ്പർ ഓഫ് വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് മെഷറിംഗ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എത്രയാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോവ്. എങ്ങനെയാണ്? 2 ആണ് അല്ലേ? നമുക്കറിയാം ഒരു എൻ ഫേസ് ബാലൻസ്
സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് എന്താണ് n-1 വാട്ട് മീറ്റർ റിക്വയർ ഫോർ പവർ മെഷർമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലേ. അതായത് ഒരു n ഫേസ് ബാലൻസ് സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് n-1 വാട്ട് മീറ്റേഴ്സ് റിക്വയർ ഫോർ പവർ മെഷർമെൻറ്റിന് ആവശ്യമാണ്. അപ്പോൾ ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് 3-1 അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക 2 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ 3-1 = 2 ആണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇക്വേഷൻസ് കൂടി നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണെങ്കിൽ വാട്ട് മീറ്റർ റീഡിംഗ് ആർ ഗിവൺ ബൈ എങ്ങനെയാണ് 2 വാട്ട് മീറ്റർ അല്ലേ. W1 = എന്നാണ് VL IL cos 30 - 5 ആയിരിക്കും. W2 എന്ന് പറഞ്ഞാൽ എന്താണ് VL IL cos 30 + 5 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്താണ് രണ്ടും കൂടി ആഡ് ചെയ്യുകയായിരിക്കും. 2 വാട്ട് മീറ്റർ റീഡിംഗ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക √3 VL IL cos 5 എന്ന് കിട്ടും. അതുപോലെ അതിൻ്റെ റിയാക്റ്റീവ് പവർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് Q = √3 വാട്ട് മീറ്റർ 1 - വാട്ട് മീറ്റർ 2 എന്ന ഇക്വേഷൻ ആണ്. പവർ ഫാക്ടർ പറയുമ്പോൾ എങ്ങനെയാണ് cos 5 = cos tan inverse √3 omega W1 - W2/W1 + W2. ഈ ഒരു ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ പ്രോബ്ലംസ് വൈസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നോർമൽ ഇങ്ങനത്തെ എക്സാമിനൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാൽ കൂടി നമ്മൾ എന്താണ് അറിഞ്ഞു വെക്കുക കേട്ടോ. Question number 8. The Wheatstone bridge is widely used for precision measurement of resistance. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നോക്കിയേ. ഓപ്ഷൻ എ ഫ്രം 1 ohm to few mega ohm. ഓപ്ഷൻ ബി വെരി ലോ റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി വെരി ഹൈ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി 1 mega ohm to 10 kilo ohm. ഓപ്ഷൻ ഇ 0.1 ohm to 100 kilo ohm. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ അപ്പോൾ എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. അതെന്തിനെ മെഷർ ചെയ്യാൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിസിഷൻ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതാണ്. ഓപ്ഷൻ എ ഓൺലി. ഓപ്ഷൻ 2 എന്താണ് A and B ഓൺലി. ഓപ്ഷൻ 3 B and C ഓൺലി. ഓപ്ഷൻ ഡി D and 3 ഓൺലി. ഏത് മാത്രമാണ് കറക്റ്റ്. ആ ഒരു റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അല്ലേ. അപ്പോൾ ഏതാണ് ഫ്രം 1 ohm to few അതാണ് കറക്റ്റ്. ഏതാണ് ഫ്രം 1 ohm to ആ ഒരു റേഞ്ച് വന്നിട്ട് എങ്ങനെയാണ് 1 ohm to എന്നാണ് few. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ലേ. വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിസിഷൻ മെഷർമെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ. Question number 9. The electrical power to a megar is provided by. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ പവർ മെഗറിലേക്ക് കൊടുക്കുന്നത് ഏത് വഴിയാണ്. ഓപ്ഷൻ എ ബാറ്ററി. ഓപ്ഷൻ ബി പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ. ഓപ്ഷൻ സി AC ജനറേറ്റർ. ഓപ്ഷൻ ഡി എയ്തർ AC or DC ജനറേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ പവർ ടു എ മെഗർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ വെച്ചിട്ടാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ വെച്ചിട്ടാണ്. അത് മെഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിലല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ പോയിന്റുകളിൽ നിന്നും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ മെഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതുകൂടാതെ എന്താണ് ദ ഇലക്ട്രിക്കൽ പവർ ടു എ മെഗർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ വെച്ചിട്ടാണ്. എങ്ങനെയാണ് PM പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ. അതും ഓർത്ത് വയ്ക്കുക. അതിൻ്റെ വോൾട്ടേജ് ഓർഡർ എങ്ങനെയാണ് 500, 1000, 2500 ആ വോൾട്ടേജ് ആണ്. ഹാർഡ് ഡ്രൈവൻ ജനറേറ്റർ പെർമനന്റ് മാഗ്നറ്റിക് DC ജനറേറ്റർ. അതൊക്കെ ഇതെല്ലാം ഓരോ പോയിന്റുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ടു എ മെഗർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെർമനന്റ് മാഗ്നറ്റിക് DC ജനറേറ്റർ വഴിയാണ്. Question number 10. The operation of megar is based on which of the following? താഴെ തന്നിട്ടുള്ളതിൽ ഓപ്പറേഷൻ മെഗറിൻ്റെ ഓപ്പറേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ എ ഡൈനാമോമീറ്റർ. ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് മീറ്റർ. ഓപ്ഷൻ സി മൂവിംഗ് കോയിൽ മീറ്റർ. ഓപ്ഷൻ ഡി മൂവിംഗ് അയോൺ മീറ്റർ. അപ്പോൾ ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൂവിംഗ് കോയിൽ മീറ്റർ വെച്ചിട്ടാണ് അല്ലേ. ഏതാണ് മൂവിംഗ് കോയിലാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മൂവിംഗ് കോയിലാണ്. നമുക്കറിയുന്ന സാധനം തന്നെ ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മെഗറിൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ് പെർമനന്റ് മാഗ്നറ്റിക് DC ജനറേറ്റർ ആണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പറേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മൂവിംഗ് കോയിൽ മീറ്ററിനെ ബേസ് ചെയ്തിട്ടാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. Question number 11.
കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് എന്തിനാണ് നമ്മൾ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റെസിസ്റ്റൻസ് ഓഫ് വെരി ലോ വാല്യൂ, ഓപ്ഷൻ ബി ലോ വാല്യൂ കപ്പാസിറ്റൻസ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ഓഫ് വെരി ഹൈ വാല്യൂ, ഓപ്ഷൻ ഡി ഹൈ വാല്യൂ കപ്പാസിറ്റൻസ്. അപ്പോൾ എന്തിനാണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റെസിസ്റ്റൻസ് ഓഫ് ലോ വാല്യൂ, വെരി ലോ വാല്യൂ മെഷർ ചെയ്യാൻ, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അറിയണ്ടേ? അതായത് നമ്മുടെ 1 ohm ഓർ ലെസ് ദാൻ 1 ohm ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ലോ റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലേ? അതുപോലെ 1 ohm to 100 kilo ohm എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും. അതേസമയം റെസിസ്റ്റൻസിൻ്റെ ഓർഡർ 100 kilo ohm ഹയർ ആണെങ്കിൽ അതെന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? ഇതൊന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ലോ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ റേഞ്ച് എങ്ങനെയാണ് ചോദിക്കാം. റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓർഡർ എങ്ങനെയാണ്? 1 ohm ഓർ ലെസ് ദാൻ 1 ohm ആയിരിക്കും. അതുപോലെ എന്താണ് മീഡിയം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 1 ohm to 100 kilo ohm ആ റേഞ്ച് ആണെങ്കിൽ, മോർ ദാൻ 100 kilo ohm അതിന് മുകളിൽ ആണെങ്കിൽ എന്താണ്? അത് ഹൈ റെസിസ്റ്റൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. Question number 12. Which of the following bridge circuit is used for measurement of capacitance? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ബ്രിഡ്ജ് സർക്യൂട്ട് ആണ് നമ്മൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഓപ്ഷൻ സി ഡിസോട്ടി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ബ്രിഡ്ജാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ, കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഡിസോട്ടി ബ്രിഡ്ജ് ആണ്. എന്താണ്? ഡിസോട്ടി ബ്രിഡ്ജ് ആണ്. ഡിസോട്ടി ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എന്നാണ് കപ്പാസിറ്റൻസ് എന്നാണ് പെർഫെക്റ്റ് കപ്പാസിറ്റർ, സ്യൂട്ടബിൾ ഫോർ പെർഫെക്റ്റ് കപ്പാസിറ്ററിലാണ് അത് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഷെറിൻ ബ്രിഡ്ജ് എന്താണ്? അത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനാണ്. പക്ഷേ അതെന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി ഓർത്ത് വയ്ക്കുക എന്നാണ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ് പെർമിയബിലിറ്റി. വെയിൻസ് ബ്രിഡ്ജും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റൻസ് ആൻഡ് ഫ്രീക്വൻസി മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെയിൻസ് ബ്രിഡ്ജ്. അതിലെന്താണ് വരുന്നത്? ഹാർമോണിക് ഡിസ്റ്റോർഷൻ അനലൈസർ, അതുപോലെ എന്താണ് നോട്ടെക് ഫിൽറ്റർ യൂസ്ഡ് ഇൻ ഓഡിയോ ആൻഡ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ബ്രിഡ്ജ് സർക്യൂട്ടാണ് നമ്മൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിസോട്ടി ബ്രിഡ്ജ് ആണ്. Question number 13. Which type of measurement is not done by Sherrin bridge? Sherrin bridge യൂസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് മെഷർ ചെയ്യാൻ പറ്റാത്തത് അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കപ്പാസിറ്റൻസ്. ഓപ്ഷൻ എ കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ബി പെർമിറ്റിവിറ്റി, ഓപ്ഷൻ സി ഡൈഇലക്ട്രിക് ലോസ്, ഓപ്ഷൻ ഡി ഹൈ റെസിസ്റ്റൻസ്. ഏതാണ് മെഷർ ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ ഷെറിൻ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ ഏതാണ്? ഹൈ റെസിസ്റ്റൻസ് വാല്യൂ അത് മെഷർ ചെയ്യില്ല. അതായത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൽ വന്നിട്ട് എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, മീഡിയം റെസിസ്റ്റൻസ് ഉണ്ട്, ലോ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതെന്താണ്? മെഗർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? മീഡിയം റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓം മീറ്റർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, അമീറ്റർ, വോൾട്ട് മീറ്റർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഷെറിൻ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല? ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല. Question number 14. Maxwell's bridge is used for the measurement of എന്തിനാണ് നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജ്? ബ്രിഡ്ജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി കപ്പാസിറ്റൻസ്. അപ്പോൾ എന്ത് മെഷർ ചെയ്യാനാണ്? അപ്പോൾ ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ മാക്സ്വെൽസ് ബ്രിഡ്ജ് എടുക്കുന്നു. മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ ഇൻഡക്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യാനാണ്. മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡക്റ്റൻസ് അറ്റ് എ പവർ ആൻഡ് ഓഡിയോ ഫ്രീക്വൻസി ബട്ട് വെരി എക്സ്പെൻസീവ് ആണത്. ഹേസ് ബ്രിഡ്ജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ ഹൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ്. ആൻഡർസൺ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ് മെഷർ ചെയ്യാനാണ്. അപ്പോൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് പറഞ്ഞേ? അപ്പോൾ എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇൻഡക്റ്റൻസ് ആണ്. Question number 50. Hayes bridge is used for measuring of. They നോക്കിയ ഓരോ ബ്രിഡ്ജും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഏതൊക്കെ ബ്രിഡ്ജ് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹേസ് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ അഡ്മിറ്റൻസ്, ഓപ്ഷൻ ബി കപ്പാസിറ്റൻസ്, ഓപ്ഷൻ സി ഇൻഡക്റ്റൻസ് ഓഫ് ഹൈ ക്യൂ ഫാക്ടർ, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ്. അപ്പോൾ ഹേസ് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഹൈ ക്യൂ ഫാക്ടർ മെഷർ ചെയ്യാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡക്റ്റൻസ് ഓഫ് ഹൈ ക്യൂ ഫാക്ടർ. അതുപോലെ മാക്സ്വെൽസ് ബ്രിഡ്ജ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ്. വെയിൻ ബ്രിഡ്ജ് എന്തിനാണ്
എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈഡ് റേഞ്ച് ഓഫ് ഇൻഡക്റ്റൻസ് അറ്റ് ദ പവർ ആൻഡ് ഓഡിയോ ഫ്രീക്വൻസി ബട്ട് വെരി എക്സ്പെൻസീവ് ആണ് അല്ലേ. ഹേസ് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ ഹൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ്, അതായത് സ്യൂട്ടബിൾ ഫോർ ഹൈ ക്യൂ വാല്യൂ. അതുപോലെ ആൻഡർസൺ ബ്രിഡ്ജ് എന്തിനാണ്? പ്രിസിഷൻസ് മെഷർ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് വാല്യൂ. വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഏതൊക്കെ ബ്രിഡ്ജ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഹേസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓഫ് എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് ഹൈ ക്യൂ ഫാക്ടർ മെഷർ ചെയ്യാനാണ്. Question number 16. How many control spring are provided in power factor meter? ഒരു പവർ ഫാക്ടർ മീറ്ററിൽ എത്ര കൺട്രോൾ സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 0. അപ്പോൾ പവർ ഫാക്ടർ മീറ്ററിൽ എന്താണ്? കൺട്രോളിങ് സ്പ്രിംഗ് ഒന്നുമില്ല, 0 സ്പ്രിംഗ് ആണ്. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പവർ ഫാക്ടർ മീറ്ററിൽ എന്തൊക്കെയുണ്ട്? ഒരു ഫിക്സഡ് കോയിൽ ഉണ്ട് അല്ലേ? അതായത് ഫിക്സഡ് കോയിൽ വിച്ച് ആക്ട് എസ് എ കറണ്ട് കോയിലായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ദ കോയിൽ സ്പ്ലിറ്റ് അപ്പ് into two parts. എന്തൊക്കെയുണ്ട് അതിനകത്ത്? കാരിയേഴ്സ് ആൻഡ് കറന്റ് ഓഫ് ദി സർക്യൂട്ട് അണ്ടർ ടെസ്റ്റ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് എന്താ ചെയ്യുന്നത്? കോയിൽ ഓഫ് പ്രൊപ്പോർഷൻ ടു ദ മെയിൻ കറന്റ് ആണ്. സോ ടു ഐഡന്റിറ്റിക്കൽ പ്രഷർ കോയിൽ എ ആൻഡ് ബി ആർ പ്രൊവൈഡ് ടു സ്പിൻഡിൽ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നോക്കാൻ പോകുന്നില്ല, കാരണം എന്താണ് ഒരു പവർ ഫാക്ടർ മീറ്റർ എന്നുള്ളതൊക്കെ നിങ്ങളെ ക്ലാസ്സുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സുകളാണ്, എന്തൊക്കെ മീറ്റർ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ളത് 2 കോയിൽസ് ആർ കണക്റ്റഡ് അക്രോസ് ദ voltage of the circuit. അതുപോലെ 2 pressure coil have the same dimension and the same number of turns ഉണ്ട്. അതുപോലെ എന്താണ്? no requirement of controlling system, അതിനാവശ്യമില്ല. because എന്താണ്? the equilibrium there exists two opposition phase which balance the movement of pointer without any requirement of controlling force ആണ്. ഓക്കെ, അപ്പോൾ no need of controlling torque, ഇതിന് എന്ത് ആവശ്യമില്ല? കൺട്രോളിംഗ് ടോർക്ക് ആവശ്യമില്ല. സോ അതുകൊണ്ട് കൺട്രോളിംഗ് ടോർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എന്ത് ആവശ്യമില്ല? it does not have any controlling spring-ഉം അതിന് ആവശ്യമില്ല. അപ്പോൾ പവർ ഫാക്ടർ മീറ്ററിൽ കൺട്രോളിംഗ് സ്പ്രിംഗ് എന്തായിരിക്കും? 0 കൺട്രോളിംഗ് സ്പ്രിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പവർ ഫാക്ടർ മീറ്റർ ഹാവ് എന്തൊക്കെയുണ്ട്? പവർ ഫാക്ടർ മീറ്ററിൽ ഓൺലി കറന്റ് കോയിൽ, ഓപ്ഷൻ ബി ഓൺലി വോൾട്ടേജ് കോയിൽ, ഓപ്ഷൻ സി ബോത്ത് കറന്റ് ആൻഡ് വോൾട്ടേജ് കോയിൽ, ഓപ്ഷൻ ഡി ഓൺലി ഇൻഡക്റ്റീവ് വോൾട്ടേജ് കോയിൽ. എന്ത് മാത്രമേ ഉള്ളൂ? ബോത്ത് കറന്റ് ആൻഡ് വോൾട്ടേജ് കോയിലാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ബോത്ത് കറന്റ് ആൻഡ് വോൾട്ടേജ് കോയിലാണ് എന്തിനകത്ത് വരുന്നത്? ഒരു പവർ ഫാക്ടർ മീറ്ററിനകത്ത് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് നോക്കി വായിക്കുക എന്തൊക്കെയാണ് പവർ ഫാക്ടർ മീറ്ററാണ് നമ്മൾ സർക്യൂട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? പവർ ഫാക്ടർ ഫോർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതെന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് ലോഡ് യൂസ്ഡ് ഇൻ ദ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് ആൾസോ കാൽക്കുലേറ്റ് ദ ലോസസ് ദാറ്റ് ഒക്കർ ഇൻ ലൈനിൽ ഉണ്ടാവുന്ന ലോസസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതിനുള്ള ഈ ഒരു ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാവും. അപ്പോൾ പവർ ഫാക്ടർ മീറ്റർ എന്തിനാണ് ഹാവ് എന്താണുള്ളത്? ബോത്ത് കറന്റ് ആൻഡ് വോൾട്ടേജ് കോയിൽ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 80. സിങ്ക്രോണോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഡാഷ്. എന്തിനാണ് നമ്മൾ സിങ്ക്രോണോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? എന്താണ് ഒരു സിങ്ക്രോണോസ്കോപ്പ് അറിയണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ സിങ്ക്രോണോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ചെക്ക് എന്താണ്? ഓപ്ഷൻ എ ഫ്രീക്വൻസി ഡിഫറൻസ്, ഓപ്ഷൻ ബി ഫേസ് ആംഗിൾ ഡിഫറൻസ്, ഓപ്ഷൻ സി ഫേസ് സീക്വൻസ്, ഓപ്ഷൻ ഡി ബോത്ത് 1 and 2. ഏതാണ് നമ്മൾ ചെയ്യുന്നത്? ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എന്താണ് ഫേസ് ആംഗിൾ ഡിഫറൻസും മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിങ്ക്രോണോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിങ്ക്രോണോസ്കോപ്പ് ആർ എ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഷോ ദ റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പീഡ് ഡിഫറൻസ് ആൻഡ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ മെഷീൻ ടു ബി സിങ്ക്രണൈസ്ഡ് ആൻഡ് സിസ്റ്റം വോൾട്ടേജ് എന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ AC മോട്ടറിംഗ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെയിനായിട്ട് എന്ത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിഫറൻസും ഫേസ് ആംഗിൾ ഡിഫറൻസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ സിങ്ക്രോണോസ്കോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. Question number 19. What is the purpose of the trigger circuit in a cathode ray oscilloscope? CRO നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ CROയിൽ ഓരോ പാർട്സുകളും നോക്കുക. അപ്പോൾ CROയിൽ എന്താണ് ഒരു ട്രിഗർ സർക്യൂട്ടിൻ്റെ പർപ്പസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടു ജനറേറ്റ് ദ ഇലക്ട്രോൺ ബീം, ഓപ്ഷൻ ബി ടു സിങ്ക്രണൈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, ഓപ്ഷൻ സി ടു കൺട്രോൾ ദ പവർ സപ്ലൈ സർക്യൂട്ട്, ഓപ്ഷൻ ഡി ടു ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ. എന്താണ് ഒരു ട്രിഗർ സർക്യൂട്ടിൻ്റെ പർപ്പസ് ഒരു CROയിൽ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? ടു സിങ്ക്രണൈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ടു സിങ്ക്രണൈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു CROയിൽ ട്രിഗർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് നോക്കി വെക്കുക, എന്തിനാണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക കേട്ടോ. സിങ്ക്രോണോസ്കോപ്പ് CRO നോക്കുക. ട്രിഗർ സർക്യൂട്ട് ഇൻ എ CRO serve the
crucial role of synchronizing and horizontal and vertical deflection of an electron beam ആണ്. അതായത് to ensure the stable and repetitive display of input signal by triggering the state of each sweep at a specific point in the input signal waveform നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രിഗറിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Question number 20. A Lissajous patterns are used to measure. ഒരു CROയിൽ എന്താണ് Lissajous pattern യൂസ് ചെയ്തിട്ട് എന്താണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഷിഫ്റ്റ്, ഓപ്ഷൻ സി ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ ഡി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്ലക്സ്. അപ്പോൾ എന്താണ് Lissajous patterns are used to measure? ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഷിഫ്റ്റ് മെഷർ ചെയ്യാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീക്വൻസിയും അതിൻ്റെ ഫേസ് ഷിഫ്റ്റും മെഷർ ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ഓരോന്നിനും ഓരോ ഫിഗേഴ്സ് നമ്മൾ നോക്കാം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫിഗർ? Lissajous figure is a pattern that is displayed on the CRO when sinusoidal signal are applied in both the horizontal and vertical deflection plate of CRO ആണ്. അതെന്തിനെ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഡിഫറൻസ് ഓഫ് സൈനസോയിഡൽ സിഗ്നൽ. അതുകൂടി ഓർത്ത് വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് Lissajous figures are used for the measurement of എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ഫ്രീക്വൻസിയും അതുപോലെ ഫേസ് ഡിഫറൻസും മെഷർ ചെയ്യാനാണ്. എന്തൊക്കെയാണ്? ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എന്താണ്? ഫേസ് ഡിഫറൻസും മെഷർ ചെയ്യാനാണെന്ന് കൂടി ഓർത്ത് വെക്കുക. Question number 21. Insulation resistance is measured by എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? എന്തായിരിക്കും? ഓപ്ഷൻ എ an ammeter, ഓപ്ഷൻ ബി an ohmmeter, ഓപ്ഷൻ സി മെഗർ, ഓപ്ഷൻ ഡി വോൾട്ട്മീറ്റർ. PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലേ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ത് മെഷർ ചെയ്തിട്ടാണ്, എന്ത് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്? മെഗർ അല്ലേ. മെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ എന്ത് മെഗർ പറയുന്നത്. അത് എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ പവർ സപ്ലൈ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പെർമനൻറ്റ് മാഗ്നറ്റ് DC ജനറേറ്റർ വെച്ചിട്ടാണ്. ഇതെല്ലാം ഓരോ പോയിന്റുകളും നന്നായി നോക്കി വെക്കുക കേട്ടോ. ഇൻസുലേഷൻ മെഗർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ ആണ്. അതുകൂടി ഇമ്പോർട്ടൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ മെഷർ ചെയ്യാനാണ്. അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻ വന്നിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മൂവിങ് കോയിൽ മീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അതൊക്കെ ഞാൻ തന്നിട്ടുള്ള ഓരോ പോയിന്റുകളും എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. Question number 22. The supply of the megar is given by again എന്താണ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ AC മോട്ടോർ, ഓപ്ഷൻ ബി AC ജനറേറ്റർ, ഓപ്ഷൻ സി പെർമനൻറ്റ് മാഗ്നറ്റ് DC ജനറേറ്റർ, ഓപ്ഷൻ ഡി DC മോട്ടോർ. ഏതാണ്? നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റിക് DC ജനറേറ്റർ വെച്ചിട്ടാണ് അല്ലേ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? പെർമനൻറ്റ് മാഗ്നറ്റിക് DC ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. Question number 23. The nominal ratio of a current transformer is ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ നോമിനൽ റേഷ്യോ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ പ്രൈമറി വൈൻഡിങ് കറണ്ട് ബൈ സെക്കൻഡറി വൈൻഡിങ് കറണ്ട്, ഓപ്ഷൻ ബി നമ്പർ ഓഫ് പ്രൈമറി വൈൻഡിങ് ടേൺസ് ബൈ നമ്പർ ഓഫ് സെക്കൻഡറി വൈൻഡിങ് ടേൺസ്, ഓപ്ഷൻ സി റേറ്റഡ് പ്രൈമറി വൈൻഡിങ് കറണ്ട് ബൈ റേറ്റഡ് സെക്കൻഡറി വൈൻഡിങ് കറണ്ട്, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് സെക്കൻഡറി വൈൻഡിങ് ടേൺസ് ബൈ നമ്പർ ഓഫ് പ്രൈമറി വൈൻഡിങ് ടേൺസ്. അപ്പോൾ ഒരു നോമിനൽ റേഷ്യോ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ CT/PT ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ നോമിനൽ റേഷ്യോ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്? റേറ്റഡ് പ്രൈമറി വൈൻഡിങ് കറണ്ട് ബൈ റേറ്റഡ് സെക്കൻഡറി വൈൻഡിങ് കറണ്ട് ആണ്. ഓക്കെ. അപ്പോൾ ഒരു നോമിനൽ റേഷ്യോ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇറ്റ്സ് പ്രൈമറി കറണ്ട് റേറ്റിംഗ് ടു ഇറ്റ്സ് സെക്കൻഡറി കറണ്ട് റേറ്റിംഗ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്? അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റേഷ്യോ ഓഫ് സംടൈംസ് എ ഫ്രാക്ഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ടൈംസ് ദ സെക്കൻഡറി കറണ്ട് ഈസ് റെഡ്യൂസ് റിലേറ്റീവ് ടു ദ പ്രൈമറി കറണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നോമിനൽ റേഷ്യോ ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ എങ്ങനെയാണ്? റേറ്റഡ് പ്രൈമറി വൈൻഡിങ് കറണ്ട് ബൈ റേറ്റഡ് സെക്കൻഡറി വൈൻഡിങ് കറണ്ട് ആയിരിക്കും. Question number 24. The potential transformers are used to connect എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ വോൾട്ട്മീറ്റർ ടു ദ ട്രാൻസ്ഫോമർ പ്രൈമറി, ഓപ്ഷൻ ബി ഇൻസ്ട്രുമെന്റ്സ് ടു ബസ് ബാർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാനൽ, ഓപ്ഷൻ സി വോൾട്ട്മീറ്റർ ടു ഹൈ വോൾട്ടേജ് ലൈൻസ്, ഓപ്ഷൻ ഡി എനർജി മീറ്റർ ടു ലോ വോൾട്ടേജ് ലൈൻസ്. എങ്ങനെയാണ്? വോൾട്ട്മീറ്റർ ടു ഹൈ വോൾട്ടേജ് ലൈൻ ആയിരിക്കും. എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആർ യൂസ്ഡ് ടു കണക്ട് എങ്ങനെയായിരിക്കും? വോൾട്ട്മീറ്റർ ടു ഹൈ വോൾട്ടേജ് ലൈൻ ആയിരിക്കും. അപ്പോൾ
എങ്ങനെയാണ് നോക്കണ്ടേ? പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പറഞ്ഞാൽ എന്താണ്? ഇത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ മെഷർ ഹൈ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻ പവർ സിസ്റ്റം ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓർത്ത് വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. എന്താണ്? അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതിന് നിറയെ ടേൺസ് ഉണ്ടാവും. അതിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ, സെക്കൻഡറി വൈൻഡിങ്ങിൽ എങ്ങനെയാണ്? കുറച്ച് ടേൺസേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഓഫ് എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് അക്രോസ് ടു ഹൈ വോൾട്ടേജ് പവർ ലൈൻ whose voltage is to be measured at low range AC voltmeter. അതിൻ്റെ റേഞ്ച് വന്നിട്ട് ഏകദേശം എന്താണ്? 0 to 110 വോൾട്ട് ആണ്. അതെങ്ങനെയാണ്? ഈസ് കണക്റ്റഡ് അക്രോസ് ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റുകളും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റ്, മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. വോൾട്ട്മീറ്റർ ആണെങ്കിലും അമീറ്റർ ആണെങ്കിലും എനർജി മീറ്റർ ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ എന്താണ് പവർ മെഷർമെൻറ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ്, ഓരോ ബ്രിഡ്ജുകളും നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് നോക്കി വെക്കേണ്ടത്. അതായത് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുക, മെഷർ ചെയ്യുന്ന ബ്രിഡ്ജ് ഏതാണ്, ഇൻഡക്റ്റൻസ് എങ്ങനെയാണ്, കപ്പാസിറ്റൻസ് എന്താണെന്നൊക്കെ നോക്കി വെക്കുക, സിങ്ക്രണോസ്കോപ്പ് എന്താണ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്താണ്? നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ? ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും നോക്കുക, അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതിലെ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സിമ്പിളായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു for watching the video.